Hi everyone. Arithmetic sequence SSLC Maths Arithmetic sequenceന്റെ വർക്ക്ഷീറ്റ് 2 ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും റെഡിയല്ലേ? വർക്ക്ഷീറ്റ് 1 നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായി പിൻ ചെയ്യുന്നതാണ്. നോക്കൂ, ഈ വർക്ക്ഷീറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എറണാകുളം വരാപ്പുഴ HIBHSലെ റിട്ടയേർഡ് മാത്സ് അധ്യാപകനായ ജോൺ പി എ സർ ആണ്. DRG SRG തലങ്ങളിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച അധ്യാപകർക്ക് പരിശീലനം നൽകിക്കൊണ്ടിരുന്ന അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടും ഗണിതപരമായ ലേഖനങ്ങൾ ദിനപത്രങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും എഴുതുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വർക്ക്ഷീറ്റുകൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത് വളരെയധികം ഭാഗ്യമായി നാം കരുതുന്നു. നോക്കൂ, ഈ വർക്ക്ഷീറ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വർക്ക്ഷീറ്റുകൾ PDF ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ചിന്തകളെ പടിപടിയായി ഉയർത്തി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനപ്പുറം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊരു പ്രോബ്ലം കണ്ടാലും പേടിയില്ലാതെ ആ മാത്സ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കാൻ ഈ വർക്ക്ഷീറ്റുകൾ ഉപകരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നോക്കൂ മക്കളെ, നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ അനലിറ്റിക്കൽ തിങ്കിങ് വളർത്തിയെടുക്കേണ്ടത്. ചെറിയ ചെറിയ പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് പേടിയില്ലാതെ വലിയ വലിയ പ്രോബ്ലങ്ങളെ സമീപിക്കാൻ സാധിക്കണം. നിങ്ങൾ അതിന് റെഡി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ മക്കളെ, വർക്ക്ഷീറ്റ് 2ന്റെ കൺസെപ്റ്റ്സുകളാണ് ഇവിടെ, ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ എൻറ്റയർ മാത്തമാറ്റിക്കൽ സിസ്റ്റം. മാത്തമാറ്റിക്സ് എന്ന് ആലോചിക്കുമ്പോൾ, ആ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അല്ലെ? നമ്പേഴ്സ് ആണ്, 1 2 3 തുടങ്ങിയ നമ്പേഴ്സ് ആണ്. അതാണ് ആ നമ്മൾ മാത്സ് എന്നുള്ള ചിന്ത, ഗണിത ചിന്തകളുടെ അടിത്തറ തന്നെ എന്ത് തന്നെയാണ്? ഈ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിഫ്ലക്ഷൻസ് ഓൺ ദ നമ്പേഴ്സ് ആൻഡ് their relationship lead to the number sequence. എങ്ങനെയാണ് സംഖ്യാശ്രേണി നമ്പർ സീക്വൻസ് ഉണ്ടാകുന്നത്? നാച്ചുറൽ നമ്പേഴ്സിനെ ഏതെങ്കിലും ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട്, റൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പലതരം ക്രിയകൾ അതിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്പർ സീക്വൻസ് ഉണ്ടാകുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് സംഖ്യാശ്രേണികൾ ഉണ്ടാകുന്നത്. നമ്പർ സീക്വൻസ് ഉണ്ടാകുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നാണ്. നെക്സ്റ്റ് 1 2 3 etc. is the sequence of natural numbers. അറിയുന്നതാണല്ലോ അല്ലെ? All number sequences are generated from the sequence of natural numbers. അതായത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് സംഖ്യാശ്രേണികൾ രൂപീകരിക്കപ്പെടുന്നത്, അല്ലെ? ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് വർക്ക്ഷീറ്റ് 2ലേക്ക് കടക്കാം. നോക്കൂ മക്കളെ, വർക്ക്ഷീറ്റ് 2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. Look at the sequence of square numbers. Square numbers-ന്റെ സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്. എന്താണ് സ്ക്വയർ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ അല്ലെ? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 എക്സെട്ര. ഇതല്ലേ വർഗ്ഗസംഖ്യകൾ, അല്ലെ? ഈ വർഗ്ഗസംഖ്യകളുടെ ശ്രേണിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ്. ഈ സീക്വൻസിന്റെ, ഈ ശ്രേണിയുടെ 10th ടേം എല്ലാവരും എഴുതിക്കോളെ. എന്താണ് 10th ടേം? ഫസ്റ്റ് ടേം 1 സ്ക്വയർ, അടുത്തത് 2 സ്ക്വയർ, നെക്സ്റ്റ് 3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 10th ടേം എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, എന്താ എല്ലാവർക്കും കിട്ടിയില്ലേ? എന്താണത്? 10 സ്ക്വയർ. അതായത് 10 സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? 100. ഓക്കെ, 100 കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ at what position 441 becomes a term of this sequence എന്നാണ്. ഇതിലൊരു 441 വരും. അത് എത്രാമത്തെ പൊസിഷനിലായിരിക്കും ഈ സീക്വൻസിൽ ഉണ്ടാകുക എന്നാണ് ചോദ്യം, അല്ലെ? ഈ സീക്വൻസിൽ ഉണ്ടാകുന്നത് ഏത് തരം നമ്പേഴ്സ് ആണ്? സ്ക്വയർ നമ്പേഴ്സ്, വർഗ്ഗസംഖ്യകൾ, അല്ലെ? സ്ക്വയർ നമ്പേഴ്സ് ആണ് ഇതിലുണ്ടാവുന്നത്. 441 അവര് പറഞ്ഞു ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടേം അത് ഇതിലെ ഒരു ടേം ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതൊരു സ്ക്വയർ നമ്പർ ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് അത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, അല്ലെ? എങ്ങനെയാണ് ഏത് നമ്പറിന്റെ 441 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്?
അതൊക്കെ എന്റെ തൊട്ടടുത്തുള്ള 400 ഏത് നമ്പറിന്റെയാണ്? 400 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 400ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 4ന്റെ സ്ക്വയർ റൂട്ട് 2. ഇതില് 2 0 ആണപ്പോ ഒരു 0, അതായത് 20. 420 ആണ്. നെക്സ്റ്റ് 1ലാണ് ഈ സ്ക്വയർ നമ്പർ അവസാനിക്കുന്നത്. ഏകദേശം 400ന്റെ അടുത്തുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 21 ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ 21 × 21 അല്ലേ 441 എന്ന് ചെക്ക് ചെയ്യാം. മക്കളെ മനസ്സിലായില്ലേ? അതായത് 441 എത്രാമത്തെ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 21ന്റെ സ്ക്വയർ ആണ്. എങ്കിൽ ഇതിൽ 1ന്റെ സ്ക്വയർ ഫസ്റ്റ് ടേം, 2ന്റെ സ്ക്വയർ സെക്കൻഡ് ടേം. അങ്ങനെയാണെങ്കിൽ 21ന്റെ സ്ക്വയർ എത്രാമത്തെ ടേം ആയിരിക്കും? അപ്പോഴിത് 21st ടേം ആയിരിക്കും അല്ലേ? 21ാം പദമായിരിക്കും ഇത്. 441 21st ടേം ആയിരിക്കും, 21ാം പദമായിരിക്കും. കാരണം 21ന്റെ സ്ക്വയർ ആണ്, 21ന്റെ സ്ക്വയർ ആണ് 441. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 3-digit ടേം ഓഫ് ദ സീക്വൻസ്? എന്താണ് ക്വസ്റ്റ്യൻ? ഈ സീക്വൻസിൽ 3-digit ആയിട്ട് വരുന്ന ലാർജസ്റ്റ് ടേം ആണ്. സ്മോളസ്റ്റ് അല്ല. സ്മോളസ്റ്റ് നിങ്ങൾക്കറിയാം 100 ആണെന്ന്. 10 സ്ക്വയർ 100 ആണ് 3-digitന്റെ ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ അല്ലേ, ടേം. എങ്കിൽ ഏറ്റവും വലുത് എന്നാണ് ലാർജസ്റ്റ് സ്ക്വയർ നമ്പർ 3-digit വരുന്നത്. എങ്ങനെ കാണും? പല കുട്ടികൾക്കും അതിൽ ഇപ്പോഴും സംശയമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോ പെട്ടെന്ന് മറ്റു രീതി ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം 10 സ്ക്വയർ 100 ആണ് അല്ലേ? 20 സ്ക്വയർ കാണാൻ എളുപ്പമാണ്. 2 സ്ക്വയർ 4 ആണ് അല്ലേ? 400 ആണ്. 30 സ്ക്വയർ എത്രയാണ്? 30 സ്ക്വയർ 3 സ്ക്വയർ 9 ആണ്. ഒരു 0 ആവുമ്പോ 2 0. 40 സ്ക്വയർ വരുമ്പോഴേക്കും എത്രയായി നമ്പർ? ഡിജിറ്റ് എത്രയായി? 4ന്റെ സ്ക്വയർ 16 ആണ്. 16 2 0 കൂടി ആയ 1600 ആയി. അതായത് 4 ഡിജിറ്റ് ആയി കഴിഞ്ഞു. 40 സ്ക്വയർ 4 ഡിജിറ്റ് ആണ്. അതായത് 30ക്കും 40ക്കും ഇടയ്ക്കാണ്. 30യുടെ കൂടുതലും 40യേക്കാൾ താഴെയുമാണ്. ഇവിടെയാണ് ആ നമ്പർ എടുക്കുന്നത്. ഇതില് ഏതാണ് 31ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചിന്തിച്ചു നോക്കുക. 40യുടെ സ്ക്വയർ 1600ലേക്ക് കടന്നു അല്ലേ? 1000 എന്ന് പറയുന്നത് 900ന്റെ അടുത്താണ്. അതായത് 30യോട് അടുത്തായിട്ടായിരിക്കും ആ നമ്പർ വരിക. ഒന്നും കൂടി പറയാം, 40യുടെ സ്ക്വയർ 1600 ആണ് അല്ലേ? ഇത് 900 ആണ്. അപ്പൊ 900ന്റെ അടുത്തല്ലേ ഇവിടെ 600 ആണ്. നമുക്ക് 3 ഡിജിറ്റ് വരേണ്ടത് ഇതിന്റെ അടുത്തായിട്ടാവും വരിക. അതായത് 30യുടെ അടുത്തുള്ള ഒരു നമ്പർ ആയിരിക്കും. ക്ലിയർ? നിങ്ങൾ ആദ്യം 31 സ്ക്വയർ ചെക്ക് ചെയ്ത് നോക്കുക. 32 സ്ക്വയർ ആകുമ്പോഴേക്കും 4 ഡിജിറ്റ് ആയി കഴിഞ്ഞുണ്ടാവും. അതായത് 31 സ്ക്വയർ ആയിരിക്കും ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ. ക്ലിയർ? അപ്പൊ 30ക്കും 40ക്കും ഇടയ്ക്കാണ് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. കാരണം 30 സ്ക്വയർ 900 ആണ്, 40 സ്ക്വയർ 1600 ആണ്. 4 ഡിജിറ്റ് ആയി കഴിഞ്ഞു. ഇതിന്റെ ഇടയിലുള്ള നമ്പർ ആണ്. ബിറ്റ്വീൻ 30 and 40 ആണ് നമ്മുടെ ആൻസർ. 30യുടെ അടുത്തായിരിക്കാം വരാം എന്ന് പറഞ്ഞത്. ഈ 1000ന്റെ താഴെ വരണം. അതുകൊണ്ട് 30യുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നമ്പർ ആയിരിക്കണം. അപ്പൊ 31 ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 31 × 31 നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? 961 കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അതല്ലേ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ 31 സ്ക്വയർ 961 ആണ് ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 961 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് സ്ക്വയർ കാണാൻ മറ്റു എളുപ്പമാർഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അതുമല്ലാതെ മറ്റു മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. 31ന്റെ 20 30 ഇതൊക്കെ സ്ക്വയറുകൾ കാണാൻ അല്ലേ? 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ കാണാൻ സിമ്പിൾ ടെക്നിക്കുകൾ ഉണ്ട്. 3 ഡിജിറ്റിന്റെ എല്ലാത്തിനും ഉണ്ട്. നിങ്ങൾക്ക് 2 ഡിജിറ്റിന്റെ എങ്കിലും നിങ്ങൾ നിർബന്ധമായി അങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകൾ മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള സമയം എളുപ്പമായിരിക്കും, ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ലുക്ക് അറ്റ് ദ സീക്വൻസ് 0 3 8 15 എക്സെട്ര. ഈ ശ്രേണി ശ്രദ്ധിക്കാനാണ്. 0 3
8, 15 എക്സെട്ര. മുൻപ് തന്നതിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് എ പാർട്ട് ആൻസർ ചെയ്തിട്ടാണ് ബി പാർട്ടിലേക്ക് കിടക്കുന്നത് അല്ലേ? എ പാർട്ടിലെ സീക്വൻസ് എന്തായിരുന്നു എന്ന് ആലോചിക്കുക. 1, 4, 9 എക്സെട്ര എന്നായിരുന്നു. 1, 4, 9, 16 എക്സെട്ര എന്നായിരുന്നു അല്ലേ? ഈ സീക്വൻസ് ശ്രദ്ധിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഈ സീക്വൻസ് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. എങ്കിൽ വാട്ട് റിലേഷൻഷിപ്പ് ക്യാൻ യു ഒബ്സർവ് ഇൻ ദ സീക്വൻസ്? എന്താണ് ഇതിലെ ടേംസുകൾ തമ്മിലുള്ള ബന്ധം? റിലേഷൻ എന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് നിങ്ങളുടെ ഫൈൻഡിങ്സ് അല്ലേ? നിങ്ങൾ അതിലെ എന്താണ് കണ്ടെത്തിയത്? എന്ത് റിലേഷനാണ് ആ ടേംസുകൾ ഉള്ളത് എന്നാണ്. എങ്ങനെയാണ് ആ ടേംസ് ഉണ്ടായത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും ചിന്തിക്കുന്നില്ലേ? കിട്ടിയിട്ടുണ്ടാവും. എന്താണത്? 0 എന്ന് പറയുന്നത് മുൻപെഴുതിയ 1 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചതാണ്. 3 എന്ന് പറയുന്നതോ 2 സ്ക്വയർ 4ൽ നിന്ന് 1 കുറച്ചതാണ്. ഇത് 3 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചതാണ്. ഇത് അല്ലേ 4 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചതാണ്. അതായത് വാട്ട് റിലേഷൻഷിപ്പ് ക്യാൻ യു ഒബ്സർവ് ഇൻ ദ സീക്വൻസ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? കിട്ടിയില്ലേ? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ ഒരാൾക്ക് കിട്ടിയതാവണം വേറൊരാൾക്ക് കിട്ടിയത് എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സീക്വൻസിനെ തന്നെ പലതരത്തിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തൊട്ട് മുമ്പുള്ള ആ സീക്വൻസ് പഠിച്ചതിൽ നിന്ന് ഒരു പക്ഷേ കുറെ കുട്ടികൾക്കും കിട്ടിയ കോമൺ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടാവും. എന്താണത്? ഇത് 1 less than the perfect squares അല്ലേ? ഇനി ഓർഡർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ ഓർഡർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1 less than the perfect squares in order. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് ഒരു പക്ഷേ എഴുതിയിരിക്കുക. നിങ്ങൾക്ക് കുറെ കുട്ടികൾക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവുക. ചിലർക്ക് വേറിട്ട ചിന്തകൾ തെറ്റൊന്നുമല്ല. അത് ശരിയായ ഒരു ലോജിക് അതിലുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും റൂൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് തെറ്റാണ് എന്ന് പറയാനൊന്നും സാധിക്കില്ല. ക്ലിയർ? ഇതിലെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധ്യതയുള്ളത് 1 less than the perfect squares in order അല്ലെ? 1 less than the perfect squares in order. 1 less than ഒന്ന് കുറവാണ്. ഏതിനേക്കാൾ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വർഗസംഖ്യകളിൽ നിന്ന് ഒന്ന് കുറവാണ്. ആ വർഗസംഖ്യകൾ എങ്ങനെ എടുക്കണം? ഇൻ ഓർഡർ ക്രമത്തിൽ എടുത്താൽ. വർഗസംഖ്യകൾ ക്രമത്തിൽ എടുത്താൽ ആ വർഗസംഖ്യകളെക്കാൾ ഒന്ന് കുറവുള്ള ശ്രേണിയാണ് അത്. ക്ലിയർ? അങ്ങനെ തന്നെ അത് ആൻസർ. നിങ്ങൾക്ക് അതാണ് കിട്ടിയതെങ്കിൽ അങ്ങനെ തന്നെ ആൻസർ കൃത്യമായിട്ട് എഴുതാം. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് വുഡ് ബി ദ 10th ടേം ബൈ യുവർ ഫൈൻഡിങ്? നിങ്ങളുടെ ഫൈൻഡിങ്ങിൽ എന്താണ് അതിന്റെ 10th ടേം ആയിരിക്കുക എന്നാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് എന്തായിരിക്കും അതിന്റെ ആൻസർ? 10th ടേം. അത് എങ്ങനെ ചിന്തിച്ചാലും ആൻസറിന് മാറ്റം വരില്ല കേട്ടോ. ആൻസർ ഒരു പക്ഷെ ഒരേ പോലെ തന്നെ വരണം. ഈ 10th ടേം ഏത് തരത്തിൽ ചിന്തിച്ചാലും ഒരേ നമ്പർ തന്നെ കിട്ടണം. 10th ടേം എന്താണ് എന്നുള്ളതാണ്. 10th ടേം എന്തായിരിക്കും? 1 സ്ക്വയർ 10ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറവ്. 10ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറവ്. അതായത് 100 മൈനസ് 1 100ൽ നിന്ന് 1 കുറവ്. 99 99 എന്നായിരിക്കും ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 3-digit ടേം ഓഫ് ദി സീക്വൻസ് എന്നാണ്. ലാർജസ്റ്റ് 3-digit ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ലാർജസ്റ്റ് 3-digit ടേം ഈ 0, 3, 8, 15 അല്ലെ? അതിലെ ലാർജസ്റ്റ് 3-digit ടേം നമ്മൾ കുറച്ചു നേരത്തെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. ലാർജസ്റ്റ് 3-digit ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് കണ്ടു? 961 ആണെന്ന് കണ്ടിരുന്നു അല്ലെ? ലാർജസ്റ്റ് 3-digit ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ 961 961 ആണ്. എങ്കിൽ അതിൽ നിന്ന് ഒന്ന് കുറവായിരിക്കും. അതായത് എത്രയാണ്? 960 ആണ് ഇതിലെ ലാർജസ്റ്റ് 3-digit ടേം എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ മിടുക്കരാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 3rd ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ.
തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ലുക്ക് അറ്റ് ദ പാറ്റേൺ മെയ്ഡ് ബൈ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് എല്ലാ പാറ്റേണുകളും ഉണ്ടാവുന്നത്. ഇവിടെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പാറ്റേൺ 1 2 3 4 5 6 7 8 9 ഈ നമ്പേഴ്സിനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തതാണ്. എന്തൊക്കെയോ പ്രത്യേകതകൾ ഇതിൽ കാണാനുണ്ട് അല്ലേ? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെ ഫോർത്ത് റോ, ഫിഫ്ത് റോ. ഫോർത്ത് റോ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, സിമ്പിളാണ് അല്ലേ? നന്നായി പാറ്റേൺ നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്യുക, നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. നാച്ചുറൽ നമ്പേഴ്സ് അതിൽ ആദ്യത്തെ 1 ആണ് ഇവിടെ എഴുതിയത്, അടുത്തതില് 2 3 4, പിന്നെ 5 6 7 8 9 അങ്ങനെ പോകുന്നു. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ റൈറ്റ് എൻഡ് ഈച്ച് ലൈൻ ആസ് എ സീക്വൻസ്. റൈറ്റ് എൻഡിലെ ഏതാതില് റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങള് അല്ലേ? ഇതാണ് ഈ ലൈൻ എൻഡ് ഭാഗത്തുള്ള എല്ലാ നമ്പേഴ്സും സീക്വൻസ് ആയിട്ട് എഴുതൂ എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് റൈറ്റ് എൻഡിൽ? ഫസ്റ്റ് റോയില് 1, പിന്നെ 4, അടുത്തത് 9 എക്സെട്ര. ഈ സീക്വൻസ് തന്നെ കുറെ കണ്ടുപരിചയുണ്ടല്ലോ അല്ലെ? അതായത് എ പാർട്ടിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സബ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എ പാർട്ട് നന്നായി ശ്രദ്ധിച്ചാൽ അടുത്തതിനൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ഇവിടെ 1 4 9 എക്സെട്ര ഏത് സീക്വൻസ് ആണ് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഈ സീക്വൻസിൽ എഴുതിയ റൂള് ഉപയോഗിച്ച റൂള് നിങ്ങൾക്ക് കൃത്യമായിട്ടുണ്ടാവും. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ പോകുന്നു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ കംസ് ഇൻ ദ റൈറ്റ് എൻഡ് ഓഫ് 20th ലൈൻ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ലൈനിന്റെ റൈറ്റ് എൻഡിൽ 1 സ്ക്വയർ, സെക്കൻഡ് ലൈനിൽ 2 സ്ക്വയർ, തേർഡ് ലൈനിൽ 3 സ്ക്വയർ, 20th ലൈനിൽ റൈറ്റ് എൻഡ് എന്തായിരിക്കും? കിട്ടിയിട്ടുണ്ടാവും അല്ലെ? 20 സ്ക്വയർ. 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 into 20 400 ആയിരിക്കും ഇതിലെ 20th ലൈൻ. 20ാമത്തെ വരി നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലത്തേ അറ്റത്തുള്ള ആ നമ്പർ ഏതായിരിക്കും? 400 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് നമ്പർ കംസ് ഇൻ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് 20th ലൈൻ എന്നാണ്. നിങ്ങൾ ഇങ്ങനെ എഴുതി വരുമ്പോ 20ാമത്തെ വരിയുടെ ഇടതുഭാഗത്തുള്ള നമ്പർ എന്താണ് എന്നാണ്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഇടതുഭാഗത്തുള്ള നമ്പറുകളെ, ലെഫ്റ്റ് ഭാഗത്തുള്ള നമ്പറുകൾ എന്തായിരുന്നു? ഇവിടെ 1 2 5 പെട്ടെന്ന് ഒരു റൂൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലെ? എങ്കിൽ ഫസ്റ്റ് ഇവിടെ അവസാനിച്ചത് 1 ആണ്, പിന്നെ റൈറ്റ് എൻഡില്, പിന്നെ ഇവിടെ ലെഫ്റ്റിൽ തുടങ്ങിയത് 2ൽ നിന്നാണ് അല്ലെ? റൈറ്റിൽ അവസാനിച്ചത് 4 ആണ്. നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്യാം. റൈറ്റിൽ അവസാനിച്ചത് 4 ആണ്. പിന്നെ അടുത്ത നാച്ചുറൽ നമ്പർ ആണ് ഇവിടെ എഴുതുന്നത്, ശരിയല്ലേ? ഇവിടെ റൈറ്റിലെ 9 അവസാനിച്ചാൽ ഇവിടെ അടുത്ത വരിയിലെ ഏതായിരിക്കും? 10 ആവും തുടങ്ങുന്നുണ്ടാവുക അല്ലെ? അപ്പൊ റൈറ്റിൽ അവസാനിച്ചത് ഏതാണോ അതിൽ നിന്ന് 1 കൂടുതലാണ് അടുത്ത വരിയുടെ ലെഫ്റ്റിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 20th ലൈനിന്റെ ലെഫ്റ്റില് 20th ലൈനിന്റെ ലെഫ്റ്റിൽ എന്ത് വരും? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. ആലോചിച്ച് നോക്കുക. 20th ലൈനിന്റെ ലെഫ്റ്റിൽ വരണമെങ്കിൽ 19th ലൈനിന്റെ റൈറ്റിൽ എന്താണെന്ന് അറിഞ്ഞാൽ എളുപ്പമാണ്. 19th ലൈനിന്റെ റൈറ്റില് എന്തായിരിക്കും? 19 സ്ക്വയർ ആയിരിക്കും അല്ലെ? അതിനേക്കാൾ 1 കൂടുതലാണ് അടുത്ത വരിയിൽ ലെഫ്റ്റിൽ വരിക. അതായത് 19 സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. 19 സ്ക്വയർ ഒന്ന് കണ്ടു നോക്കൂ, എന്തായിരുന്നു എന്ന് കിട്ടിയില്ലേ? 19 സ്ക്വയർ 361 എന്ന് വരും അല്ലെ? 361 പ്ലസ് 1, അതായത് 361ഉം 1ഉം കൂട്ടിയാൽ 362 എന്നായിരിക്കും. ഇടതുഭാഗത്തെ 20ാമത്തെ വരിയുടെ ഇടതുഭാഗത്തെ അക്കം ഏതായിരിക്കും? ഏത് നമ്പർ ആയിരിക്കും? 362 എന്നായിരിക്കും. 362ൽ നിന്ന് 20ാമത്തെ ലൈൻ ഇങ്ങനെയാണ്. 362 363 അങ്ങനെ പോയി 20ാമത്തെ വരി അവസാനിക്കുന്നത് നമ്മൾ പറഞ്ഞു 20 സ്ക്വയർ 400ലാണെന്ന് പറഞ്ഞു അല്ലെ? റൈറ്റില് 400ഉം ലെഫ്റ്റ് എൻഡിലെ 362 ആയിരിക്കും ഉണ്ടാവുക. എളുപ്പമല്ലേ? നന്നായി ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ
ഒന്ന് നിങ്ങൾക്ക് ഇത് ചിന്തിക്കാനുള്ള കഴിവ് കൂടാനാണ് ഈ വർക്ക്ഷീറ്റുകൾ. നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഫസ്റ്റിൽ തോന്നുന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡെയിലി വർക്ക്ഷീറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനുള്ള, ചിന്തിക്കാനുള്ള കഴിവ് കൂടി നിങ്ങൾക്ക് അത് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ, സൊല്യൂഷൻ വേഗം കണ്ടെത്താനായിട്ട് സാധിക്കും. പ്രോബ്ലം വേഗം ചെയ്ത് തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത് ഡെയിലി വർക്ക്ഷീറ്റുകളാണ്. ഡെയിലി ഓരോ വർക്ക്ഷീറ്റ് വെച്ച് ദിവസവും ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? മൾട്ടിപ്ലൈ ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 3 ആൻഡ് ആഡ് 5 എന്നാണ്. മൾട്ടിപ്ലൈ ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 3 ആൻഡ് ആഡ് 5 അല്ലെ? എണ്ണൽ സംഖ്യകളെ 3 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടുക. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ് ന്യൂമറിക്കലി. സീക്വൻസ്, ആ ശ്രേണി എഴുതുക എന്നാണ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 അങ്ങനെ പോകും. ഇതിനെയൊക്കെ നിങ്ങൾ 3 കൊണ്ട് ഗുണിക്കണം, എന്നിട്ട് 5 കൂട്ടണം അല്ലെ? 3 കൊണ്ട് ഗുണിച്ച് നിങ്ങൾ ചെയ്തു നോക്കാം. 3 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടണം. ഈ പല കുട്ടികൾക്കും ബോർഡ് മാസ് റൂൾ അറിയാത്തത് കൊണ്ട് ഇത് തെറ്റാറുണ്ട്. അതുകൊണ്ട് പരമാവധി മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്, ഗുണനം ഉള്ളത് ബ്രാക്കറ്റിൽ ഇടാൻ ശ്രദ്ധിക്കാം. 3 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടുക. എന്താണ് ആ സീക്വൻസ് നോക്കുക. 3 + 5 8. രണ്ടാമത്തേത് 2 × 3 6. 6 + 5 11. 3 × 3 + 5 അതായത് 9ഉം 5ഉം 14 എക്സിട്ര. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഇതാണ് സീക്വൻസ് എഴുതാൻ അവര് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഇറ്റ്സ് 20th ടേം? ഇതിലെ 20ാം പദം എന്തായിരിക്കും? ഈ സീക്വൻസ് ഇങ്ങനെ 20ാം പദം എന്തായിരിക്കും? ഇത് എങ്ങനെ ഉണ്ടായി? റൂൾ നോക്കുക. ആ റൂള് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് 20ാം പദം എഴുതാൻ സാധിക്കും അല്ലെ? 1ാം പദം ഉണ്ടായത് 1നെ 3 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടിയിട്ടാണ്. 2ാം പദം ഉണ്ടായത് 2നെ 3 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടിയപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ 20ാം പദം എങ്ങനെ ഉണ്ടാവും? 20നെ 3 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടിയാൽ എത്ര കിട്ടും? എന്ത് കിട്ടും? 20ാം പദം കിട്ടും. ആ സീക്വൻസിന്റെ, ആ ശ്രേണിയുടെ 20ാമത്തെ പദം കിട്ടും. എത്രയാണിത്? 20 × 3 60. 60ഉം 5ഉം 65 എന്ന ആൻസർ വരും. നിങ്ങളും ഒക്കെ മുൻപ് കിട്ടിയിട്ടുണ്ടാവും 65, 65 എന്നാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. 5th ക്വസ്റ്റ്യൻ എന്താണ്? 1, 11, 21, 31 എക്സെട്ര ഈസ് എ സീക്വൻസ്. ശ്രേണി കണ്ടല്ലോ അല്ലെ? ഇൻ വിച്ച് ടേംസ് ആൻഡ് ഇൻ 1. കണ്ടാൽ തന്നെ അറിയാം ഈ നമ്പേഴ്സിനൊക്കെ എന്താണ്? 1ൽ അവസാനിക്കുന്ന സംഖ്യകളാണ് ഈ എഴുതിയിരിക്കുന്നത് എല്ലാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 2 more terms of this sequence. സിമ്പിൾ ആണ്. അടുത്ത 2 എണ്ണം കൂടി എഴുതാം. 31ൽ വരെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത 2 എണ്ണം എഴുതുക. നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എന്താണ് ആൻസർ? 41ഉം 31 കഴിഞ്ഞാൽ 41, 51 രണ്ടെണ്ണം എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ലാർജസ്റ്റ് 2-digit ടേം ഓഫ് ദിസ് സീക്വൻസ്? ഈ സീക്വൻസിലെ ലാർജസ്റ്റ് 2-digit ടേം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 11ഉം 21ഉം 31 ഒക്കെ. ഇതിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? 2 അക്ക സംഖ്യ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഇതിൽ വരുന്നത്, ഈ ശ്രേണിയിൽ വരുന്ന ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതായിരിക്കും? സിമ്പിൾ അല്ലേ? ഏതാണത്? 1ൽ അവസാനിക്കണം, ഏറ്റവും വലുതാവണം. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും 91 അല്ലേ? പിന്നെ 81, 91, പിന്നെ 101, 101. 101 എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 3 അക്കം മതി. 2 അക്ക സംഖ്യയിലെ ഏറ്റവും വലുത് 91. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 2-digit ടേംസ് ആർ ദർ ഇൻ ദ സീക്വൻസ് എന്നുള്ളതാണ്. 2-digit സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാ? 11, 21, 31 എക്സെട്ര. അവസാനിക്കുന്നത് 91. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? എണ്ണി നോക്കാതെ പറയാൻ അറിയില്ലേ? 11, 1, 2, 3 അങ്ങനെ 9ലാണ് അവസാനിക്കുന്നത് അല്ലെ? അതായത് എത്ര എണ്ണമുണ്ട്? 9 ആണ് ഇതിന്റെ ആൻസർ. സിമ്പിൾ ആണ് അല്ലെ? അപ്പോ നമ്മുടെ വർക്ക്ഷീറ്റ് 2 അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നാൽ നിങ്ങൾക്ക് PDF ആയിട്ട് അതിന്റെ വർക്ക്ഷീറ്റുകൾ കിട്ടുന്നതാണ്.
നിങ്ങൾക്കായി ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വർക്ക്ഷീറ്റ് 3യുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.